ഞാനിപ്പോൾ അതിൻ്റെ പിറകെയാണ് പറയാറില്ലേ. എപ്പോഴും നമ്മളിങ്ങനെ പറയാറ് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അതിനു വേണ്ടി ഒത്തിരി സമയം നിങ്ങൾ ചിലവാക്കുന്നുണ്ട്, എഫർട്ട് ഇടുന്നുണ്ട് എന്നർത്ഥത്തിലാണ് ഞാൻ അതിൻ്റെ പിറകെയാണെന്ന് പറയുന്നത്. ഇതിനുള്ള ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഹലോ എവ്രി വൺ, ദിസ് ഇസ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രെഡ്സ് ഇംഗ്ലീഷ് അക്കാദമി കൊച്ചി. എവറി ഡേ യു ലേൺ എ ന്യൂ സെൻറ്റൻസ് വിത്ത് മീ ടു ബിൽഡ് എ ഫ്ലുവൻസി ഫാസ്റ്റർ. ഇംഗ്ലീഷ് ഫ്ലുവൻസി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു സെൻറ്റൻസ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം. ഏകദേശം 45ഓളം വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗോ ബാക്ക് ആൻഡ് വാച്ച് ദം, യു വിൽ ഫൈൻഡ് ദം പ്രെറ്റി യൂസ്ഫുൾ. ഓൾറൈറ്റ്. ആൻഡ് ഞാനതിൻ്റെ പിറകെയാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്നതെല്ലാം TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, ആക്ഷനുമായി ലിങ്ക് ചെയ്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് കൈ ഫ്രീ ആക്കിയിട്ട് ഞാൻ കാണിക്കുന്ന പോലെ കാണിച്ചേ. കം ഓൺ. ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ഞാൻ അതിൻ്റെ പിറകെയാണ്. ഓൾറൈറ്റ്. മാത്രമല്ല എന്ത് കാര്യവും അത് നേടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ എം വർക്കിംഗ് ഓൺ. ഫോർ എക്സാമ്പിൾ, ഐ എം വർക്കിംഗ് ഓൺ ടീച്ചിങ് യു സം ഇംഗ്ലീഷ്. നിങ്ങളെ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പിറകെയാണ്. ഐ എം വർക്കിംഗ് ഓൺ ഇംപ്രൂവിങ് മൈ വൊക്കാബുലറി. ഐ എം വർക്കിംഗ് ഓൺ ബിൽഡിങ് എ ന്യൂ ഹൗസ്. ഐ എം വർക്കിംഗ് ഓൺ മൈ ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ എന്ത് കാര്യത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പിറകെയാണെന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ കൂടിയാണ് ഐ എം വർക്കിംഗ് ഓൺ സംതിങ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ ഐ എം വർക്കിംഗ് ഓൺ സംതിങ് എന്നുള്ള ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് കമൻറ്റ് ബോക്സിലിടുക. കാരണം യൂസിങ് ഈസ് ലേണിംഗ്. ഉപയോഗിച്ചാൽ മാത്രമേ പഠിയുള്ളൂ. ഓൾറൈറ്റ്. ഇങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിച്ച് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ 3-day റെസിഡൻഷ്യൽ ക്യാമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഏതൊരു ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനേക്കാൾ റിസൾട്ട് തരുന്നതാണ് നമ്മുടെ 3-day റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. 3 ദിവസം കൊച്ചിയിൽ നമ്മൾ താമസിച്ച് പഠിക്കും. എൻ്റെ കൂടെ തന്നെ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പ്രാക്ടിക്കലായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള വേറെ വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ഓൺലൈൻ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ 3-day റെസിഡൻഷ്യൽ ക്യാമ്പ് നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് യു വോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. എനിവേ, താങ്ക് യു വെരി മച്ച് വാച്ച് ദിസ് വീഡിയോ. സീ യു വിത്ത് അനദർ വൺ. ബൈ.